നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. ജെഇ അഡ്വാൻസ്ഡ് മെയ് 26 നടക്കുന്നു. രാവിലെയും ഉച്ചകഴിഞ്ഞുമായി നടക്കുന്ന ഈ പരീക്ഷയിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയുന്നത്. IITകൾ മദ്രാസും ഡൽഹിയും മുംബൈയും ഒക്കെയുള്ള IITകൾ നമ്മളെ കാതോർത്തിരിക്കുകയാണ്. ഏതാണ്ട് 16,000-ഓളം ബിടെക് സീറ്റുകളാണ് ഈ മേഖലയിൽ നമുക്ക് ജെഇ അഡ്വാൻസ്ഡ് എൻട്രൻസ് എക്സാമിൻ്റെ ഓൾ ഇന്ത്യ റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ജെഇ മെയിൻ 2024 ജനുവരിയിലും ഏപ്രിലും 2 സെഷനായി നടക്കുകയുണ്ടായി. ഏപ്രിൽ 25 അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ജെഇ അഡ്വാൻസ്ഡിലേക്ക് ക്വാളിഫൈ ചെയ്യേണ്ട 2.5 ലക്ഷം കുട്ടികളുടെ കട്ട് ഓഫ് മാർക്ക് പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. ജനറൽ വിഭാഗത്തിന് 93.4%, അതുപോലെ OBC, EWS, SC, ST, PWD വിഭാഗങ്ങളുടെ കട്ട് ഓഫ്. അങ്ങനെ ജെഇ അഡ്വാൻസ്ഡിന് ക്വാളിഫൈ ചെയ്ത 2.5 ലക്ഷം വിദ്യാർത്ഥികൾ ജെഇ അഡ്വാൻസ്ഡ് എക്സാം എഴുതണമെങ്കിൽ മെയ് 26 എഴുതണമെങ്കിൽ JEADV.ac.in എന്ന വെബ്സൈറ്റിൽ മെയ് 7 ഒരിക്കൽ കൂടി രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള 4 സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജെഇ അഡ്വാൻസ്ഡിൻ്റെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ ഡീറ്റെയിൽസും, പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ് എല്ലാം ജെഇ മെയിൻ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസിൽ നിന്ന് തന്നെയാണ്, NTA ഡേറ്റാബേസിൽ നിന്ന് തന്നെയാണ് ജെഇ അഡ്വാൻസ്ഡിനും എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏതാണ്ട് ഏറ്റവും ചുരുങ്ങിയ സ്റ്റെപ്പുകളിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായി എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ടത് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റും 12ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റും മാത്രമാണ്. റിസർവേഷൻ വിഭാഗത്തിലുള്ളവർ മാത്രം കാറ്റഗറി സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 10ാം ക്ലാസ്സിൻ്റെയും 12ാം ക്ലാസ്സിൻ്റെയും മാർക്ക് ലിസ്റ്റ് 500 കിലോബൈറ്റ്സിൽ താഴെയുള്ള PDF ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമുക്ക് ഡേറ്റ്സിലൂടെ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 27 രജിസ്ട്രേഷൻ ആരംഭിച്ച് മെയ് 7 ജെഇ അഡ്വാൻസ്ഡിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യും. അതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് 10 അഡ്മിറ്റ് കാർഡുകൾ മെയ് 17 മുതൽ എക്സാം നടക്കുന്ന 26 വരെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. PWD വിഭാഗത്തിൻ്റെയൊക്കെ സ്ക്രൈബിൻ്റെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം 25 റിപ്പോർട്ട് ചെയ്ത് നാം അതിൻ്റെ അനുവാദം മേടിക്കേണ്ടതാണ്. പരീക്ഷ നടക്കുന്നത് 26 രാവിലത്തെ പേപ്പർ 9 മണി തൊട്ട് 12 മണി വരെയും പേപ്പർ 2 2:30 മുതൽ 5:30 വരെയുമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാമായിട്ട് അവസാനം റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് ജൂൺ 9 ജെഇ അഡ്വാൻസ്ഡിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. നമുക്കറിയാം IITകളിലെ ആർക്കിടെക്ചർ BARC പ്രവേശനം നടക്കുന്നത് ജെഇ മെയിൻ പേപ്പർ 1 ക്വാളിഫൈ ചെയ്തവർക്ക് മാത്രമേ BARC പ്രവേശനം IITകളിൽ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ജെഇ മെയിൻ പേപ്പർ 1 കട്ട് ഓഫ് അനുസരിച്ച് ക്വാളിഫൈ ചെയ്യുകയും ജെഇ അഡ്വാൻസ്ഡ് എഴുതുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഒരു ആർക്കിടെക്ചറിൻ്റെ അഭിരുചി പരീക്ഷ IIT തന്നെ നടത്തുകയും അത് ജൂൺ 9 തൊട്ട് ജൂൺ 10 വരെയുള്ള ഇതിനാണ് അതിന് രജിസ്റ്റർ ചെയ്യേണ്ടത്. അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ എക്സാം ജൂൺ 12 എഴുതി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് IITകളിലെ ആർക്കിടെക്ചർ പ്രവേശനം നടക്കുന്നത്. നമുക്കറിയാം ജോസ സീറ്റ് അലോക്കേഷൻ, ജോയിൻറ്റ് സീറ്റ് അലോക്കേഷനാണ് IITകളും NITകളും IIITകളും സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുമൊക്കെ നമുക്ക് പ്രവേശനം നടക്കുന്നത്. IITകളിലോട്ടും NITകളിലോട്ടുമൊക്കെ ജൂൺ 10 കൂടിയാണ് ജോസ അലോക്കേഷൻ ആരംഭിക്കുന്നത്. ഏതാണ്ട് 6 റൗണ്ട് ഓൺലൈൻ അലോക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. ജെഇ അഡ്വാൻസ്ഡിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് IITകളിലേക്കും ജെഇ മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് NITകളിലോട്ടും IIITകളിലോട്ടും സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ടും ഒക്കെ നമുക്ക് ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സാധിക്കുന്നത്. IITകളും NITകളും IIITകളും നമുക്ക് ഏതൊക്കെയാണോ താല്പര്യമുള്ളത് അതിൻ്റെ പ്രിഫറൻസ് ഓർഡറിൽ നമ്മൾ ജൂൺ 10, 11 തീയതികളിൽ ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം നടക്കുന്ന 6 റൗണ്ട് ഓൺലൈൻ സീറ്റ് അലോക്കേഷൻ വഴി IITകളിലും NITകളിലും IIITകളിലുമൊക്കെ പ്രവേശനം ലഭിക്കുകയും അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതനുസരിച്ച് നമ്മൾ സീറ്റ് അലോക്കേഷൻ, സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടയ്ക്കുകയും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. അതിനുശേഷം 6 റൗണ്ട് ഓൺലൈൻ അലോക്കേഷന് ശേഷം നമ്മൾ കോളേജുകളിൽ നേരിട്ട് ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ 6 റൗണ്ടുകൾക്ക് ശേഷമാണ്, ഏതാണ്ട് ജൂലൈ പകുതിയോടുകൂടി. അതിനുശേഷം വീണ്ടും NITകളിലോ IIITകളിലോ സീറ്റ് വരികയാണെങ്കിൽ അത് CSAP അലോട്ട്മെൻറ്റ് വഴി, ഓൺലൈൻ സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴി അത് നികത്തുകയും
നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്യും. ഇതാണ് JEE അഡ്വാൻസ്ഡിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതുള്ളത് നമ്മൾ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സുമാണ് JEE അഡ്വാൻസിന് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. റിസർവേഷനുള്ള വിഭാഗങ്ങൾ, തഹസീൽദാരിൽ നിന്ന് EWS സർട്ടിഫിക്കറ്റ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ 2024 ഏപ്രിൽ 1 ശേഷമുള്ള സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള അർഹതയുണ്ട്, എന്നാൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ല. ജോയിൻറ്റ് സീറ്റ് അലോക്കേഷനിൽ നമുക്ക് ജൂൺ 10 ശേഷം അത് അപ്ലോഡ് ചെയ്തുകൊള്ളാം എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ട്. ആ ഡിക്ലറേഷൻ ഫോം അപ്ലോഡ് ചെയ്ത് നമുക്കിപ്പം ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ആ റിസർവേഷൻ കിട്ടാനുള്ള അർഹതയുണ്ടെന്ന് ഉറപ്പാക്കിയിരിക്കണം. കാരണം ഇനി ഒരിക്കൽ പോലും ജോയിൻറ്റ് സീറ്റ് അലോക്കേഷന് നമുക്ക് ആ അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പായി കാറ്റഗറി ചേഞ്ച് ചെയ്യാനുള്ളൊരു അവസരം ലഭിക്കുകയില്ല. നമുക്ക് OBC ആയിട്ടോ EWS ആയിട്ടോ ഒരു സീറ്റ് അലോട്ട് ചെയ്യുകയും അന്നേ ദിവസം നമുക്ക് 2024 ഏപ്രിൽ 1 ശേഷമുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ കിട്ടിയ അലോട്ട്മെൻറ്റ് റദ്ദാവുകയും തൊട്ടടുത്ത റൗണ്ടിൽ ജനറലായിട്ട് പരിഗണിക്കുകയും ചെയ്യും. അതുകൊണ്ട് റിസർവേഷൻ കിട്ടുമെന്ന് ഉറപ്പുള്ളവർ മാത്രമേ കാറ്റഗറി ദയവായിട്ട് വെക്കാവുള്ളൂ. NCL, ഈഴവ, മുസ്ലിം, വിശ്വകർമ്മ, ബാക്ക്വേർഡ് ഹിന്ദു, OBC വിഭാഗത്തിലുള്ളവർ 2024 ഏപ്രിൽ 1 ശേഷമുള്ള തഹസീൽദാരുടെ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് തഹസീൽദാരെടുത്ത് നേരിട്ട് പോയി സൈൻ ചെയ്ത് മേടിക്കുകയോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ വഴിയുള്ള സെൻട്രൽ പർപ്പസിനുള്ള ഓൺലൈൻ സർട്ടിഫിക്കറ്റോ ആണ് ജോസ സീറ്റ് അലോക്കേഷൻ സമയത്തോ അല്ലെങ്കിൽ ഇപ്പോഴോ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡിക്ലറേഷൻ ഫോം അപ്ലോഡ് ചെയ്താലും ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. SC ST വിഭാഗം, PWD വിഭാഗം, അങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിൻ്റെയും സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റുകൾ ഇവിടെ കിടപ്പുണ്ട്. ഇതനുസരിച്ചാണ് നമുക്ക് സീറ്റ് അലോക്കേഷന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഇപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്തിട്ട് ജോയിൻറ്റ് സീറ്റ് അലോക്കേഷൻ തുടങ്ങുന്ന ജൂൺ 10 നമുക്ക് സീറ്റ് അനുവദിക്കുന്നത്, സീറ്റ് അലോട്ട് ചെയ്യുന്നത് ഏത് കാറ്റഗറിയിലാണോ ആ സമയത്ത് നമ്മൾ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ടി വരും. JEE അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് മെയ് 7 ചെയ്യേണ്ടത് JEE മെയിൻ ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ആ കട്ട് ഓഫ് പെർസെൻറ്റേജിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ജനറൽ വിഭാഗത്തിന് യാതൊരുവിധ റിസർവേഷനും ഇല്ലാത്ത അൺറിസർവ്ഡ് വിഭാഗത്തിന് 93.23% മുകളിലുള്ളവർക്ക് മാത്രമേ JEE അഡ്വാൻസിന് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 97,351 കുട്ടികളാണ് ഇന്ത്യയിൽ ഈ വിഭാഗത്തിൽ JEE അഡ്വാൻസിനായിട്ട് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. അൺറിസർവ്ഡിൽ തന്നെ PWD വിഭാഗമാണെങ്കിൽ എല്ലാവർക്കും തന്നെ ഏതാണ്ട് 0.0018% കിട്ടിയ കുട്ടികൾക്കും ഏതാണ്ട് 3973 കുട്ടികൾക്കും JEE അഡ്വാൻസ്ഡിന് കട്ട് ഓഫ് പെർസെൻറ്റേജ് ലഭിച്ചിട്ടുണ്ട്. അവർക്ക് രജിസ്റ്റർ ചെയ്യാം. JEE മെയിൻ അപ്ലൈ ചെയ്തപ്പോൾ EWS തഹസീൽദാർ എന്നുള്ള EWS സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് ഉറപ്പുള്ളവർക്ക് 81.3% ആണെങ്കിലും ഏതാണ്ട് 25,000 കുട്ടികളാണ് JEE അഡ്വാൻസ്ഡിന് ആ വിഭാഗത്തിൽ മാത്രം ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. OBC വിഭാഗത്ത് 27% സംവരണം കിട്ടുമ്പോൾ 79.6% മുകളിലുള്ള കുട്ടികളെല്ലാവരും JEE അഡ്വാൻസ്ഡിനായിട്ട് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. SC വിഭാഗത്തിന് 60%, ST വിഭാഗത്തിന് 46% അടക്കം 2.5 ലക്ഷം കുട്ടികൾക്കാണ് JEE അഡ്വാൻസ്ഡിൻ്റെ രജിസ്ട്രേഷൻ വിൻഡോ ഉപയോഗിക്കാനായി സാധിക്കുകയുള്ളൂ. അങ്ങനെ ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികൾ JEEADV.ac.in എന്ന വെബ്സൈറ്റിൽ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എലിജിബിൾ കാൻഡിഡേറ്റ്സിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. JEE അഡ്വാൻസ്ഡ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് JEE മെയിൻ 2024 ക്വാളിഫൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് രജിസ്ട്രേഷൻ എന്ന ലിങ്ക് സെലക്ട് ചെയ്യുകയും അതിനുശേഷം നമുക്ക് കട്ട് ഓഫ് പെർസെൻറ്റേജ് കാണാൻ സാധിക്കും, ആർക്കൊക്കെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് സാധിക്കും, എക്സാമിനേഷൻ ഫീസ്, അതുപോലെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് കാണാം. ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുന്നു, പ്രൊസീഡ് ടു രജിസ്ട്രേഷൻ ഓൺലൈൻ. ഇവിടെ നമുക്ക് JEE മെയിൻ ആപ്ലിക്കേഷൻ നമ്പറാണ് ആദ്യം എൻ്റർ ചെയ്യേണ്ടത്. JEE മെയിൻ ആപ്ലിക്കേഷൻ നമ്പർ, കാൻഡിഡേറ്റിൻ്റെ പേര്, JEE മെയിൻ്റെ ആപ്ലിക്കേഷൻ ഫോം തന്നെ നോക്കിയിട്ട് എങ്ങനെയാണോ പേര് എൻ്റർ ചെയ്തിരിക്കുന്നത് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, സെക്യൂരിറ്റി പിന്നും അടിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്കും ഇമെയിലിലേക്കും നമുക്ക് OTP വരും. രണ്ടിലും ഒരേ OTP ആണ് വരുന്നത്. ഏതെങ്കിലും ഒരു OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് തന്നെ പുതിയതായിട്ടൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ആ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് JEE മെയിൻ്റെ പാസ്വേഡ് തന്നെയാണെങ്കിലും നമുക്കത് വീണ്ടും എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്ത്
രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും JEE മെയിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നാം തന്നെ JEE അഡ്വാൻസ്ഡിനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡ് ഉപയോഗിച്ചാണ് അടുത്ത വിൻഡോയിലേക്ക് ലോഗിൻ ചെയ്യേണ്ടത്. അങ്ങനെ JEE മെയിൻ ആപ്ലിക്കേഷൻ നമ്പറും നാം തന്നെ ക്രിയേറ്റ് ചെയ്ത JEE അഡ്വാൻസ്ഡിൻ്റെ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മളുടെ കാറ്റഗറി സംബന്ധിച്ചുള്ള ഏറ്റവും ചെറിയൊരു പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ മാത്രം മതിയാകും. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പിൽ 8 എക്സാം സിറ്റി പ്രിഫറൻസ് ഓർഡർ മെയ് 26 നമ്മൾ ഏത് എക്സാം സിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത്. കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്, ഇന്ത്യയിലുള്ള മറ്റ് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ 26 എവിടെയാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ഒരു പ്രിഫറൻസ് ഓർഡർ 8 ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സാം സിറ്റികൾ നമ്മൾ ഓപ്റ്റ് ചെയ്യണം. അതിനുശേഷം മൂന്നാമത്തെ സ്റ്റെപ്പിൽ 10ാം ക്ലാസ്സിൻ്റെയും 12ാം ക്ലാസ്സിൻ്റെയും മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം. കാറ്റഗറി നമ്മൾ പറഞ്ഞിട്ടുള്ളവർ OBC ആണെങ്കിൽ EWS ആണെങ്കിൽ SC ST PWD വിഭാഗങ്ങളുടെ അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് 2024 ഏപ്രിൽ 1 ശേഷമുള്ളതോ ഡിക്ലറേഷൻ ഫോമോ അപ്ലോഡ് ചെയ്ത് 4ാമത്തെ സ്റ്റെപ്പായ ആപ്ലിക്കേഷൻ ഫീസിൻ്റെ സ്റ്റെപ്പിൽ എത്തുന്നു. JEE അഡ്വാൻസ്ഡിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് പെൺകുട്ടികൾക്ക് 1600 രൂപയാണ് ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടത്. SC ST PWD വിഭാഗത്തിനും 1600 രൂപ, ആൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ വിഭാഗത്തിനും 3200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാൻ മെയ് 10 വരെ സമയമുണ്ടെങ്കിലും ഏറ്റവും നേരത്തെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. ജൂൺ 10 ജോയിൻറ്റ് സീറ്റ് അലോക്കേഷൻ ആരംഭിക്കുകയും 31 NITകളിലെ 23,000 സീറ്റുകൾ, 21 IITകളിലെ 16,000-ഓളം IIT BTech സീറ്റുകൾ, IIITകളിലെ 6,000-ഓളം സീറ്റുകൾ, സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ സീറ്റുകൾ, ഇതെല്ലാം നമ്മുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് നമുക്ക് ജോയിൻറ്റ് സീറ്റ് അലോക്കേഷൻ വഴി ഓരോരോ അലോട്ട്മെൻറ്റുകളായി സീറ്റുകൾ ലഭിക്കുകയും അതിനനുസരിച്ച് ഓൺലൈനായിട്ട് തന്നെ അപ്പോഴൊന്നും നമ്മൾ കോളേജുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടില്ല. നമ്മൾ ആ സമയത്ത് ഓരോ അലോട്ട്മെൻറ്റിൽ നമുക്ക് സീറ്റ് കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടയ്ക്കുകയും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. അതിനകത്ത് തന്നെ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫ്ലോട്ടിങ്, സ്ലൈഡ്, ഫ്രീസ് സെക്ഷനുകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായും ആ സമയത്ത് നമുക്ക് ബ്രില്യൻ്റ് യൂട്യൂബ് ചാനൽ വഴി നിങ്ങളെ വേണ്ട ഡീറ്റെയിൽസ് എല്ലാം അറിയിക്കുന്നതായിരിക്കും. JEE അഡ്വാൻസ്ഡ് IITകൾ നമ്മൾ എത്രയോ കുട്ടിക്കാലത്ത് തന്നെ സ്വപ്നം കാണുകയും അതിനായിട്ട് നിരന്തരമായി കഠിന പ്രയത്നം ചെയ്യുകയും ചെയ്ത IITians ആകാനായിട്ടുള്ള ഏറ്റവും വലിയ സുവർണ അവസരം ജീവിതത്തിൽ 2 പ്രാവശ്യമേ കിട്ടുകയുള്ളൂ. ഒന്ന് +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും തൊട്ടടുത്ത വർഷവും. അതുകൊണ്ട് ക്വാളിഫൈ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും മെയ് 26 രജിസ്റ്റർ ചെയ്യുകയും JEE അഡ്വാൻസ്ഡിൻ്റെ എക്സാമിൽ പങ്കാളികളാകുകയും ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.